ന്യൂസ് ടെൻസ് ഇന്നലെ ആരംഭിച്ചത് തന്നെ ആലപ്പുഴയിലെ 52 കുടുംബങ്ങളുടെ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയുമായിട്ടാണ്. ആ വാർത്തയിന്മേൽ ഇപ്പോഴിതാ ഇടപെടൽ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ആലപ്പുഴയിലെ ഒരു സ്വകാര്യ റിസോർട്ട് ഉടമകൾ ആ ഭൂമി ഇടപാടുകളുടെ പേരിൽ ദുരിതത്തിലായ 52 കുടുംബങ്ങൾ അവരുടെ ദുരവസ്ഥയായിരുന്നു ന്യൂസ് 18 ഇന്നലെ തുറന്നു കാണിച്ചത്. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ 23-ാം വാർഡിലെ ജനങ്ങൾ ആണ് റിസോർട്ട് മാഫിയുടെ കടന്നുവരവോടെ അടിസ്ഥാന അവകാശമായ നടപടി പോലും ഇല്ലാതെ ദുരിതത്തിൽ ആയത്. ഇന്നലെ ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴിതാ നടപടി ഉണ്ടാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. എന്തായിരുന്നു ഇന്നലെ ഞങ്ങൾ നൽകിയ ആ വാർത്തയുടെ ഉള്ളടക്കം എന്നത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ, അതായത് ഒരു പ്രദേശത്തെ കുടുംബങ്ങൾ 52 കുടുംബങ്ങൾ വലിയ തോതിൽ ദുരിതത്തിലാകുന്ന കാഴ്ചയായിരുന്നു ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അവിടെ വലിയ പ്രതിസന്ധി നേരിട്ടത് എന്നത് ഈ റിസോർട്ട് മാഫിയ ചുറ്റുമുള്ള പ്രദേശം കൈയടക്കിയ പശ്ചാത്തലത്തിൽ പിന്നീട് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നതായിരുന്നു ഞങ്ങൾ ഇന്നലെ പ്രേക്ഷകരുമായി പങ്കുവച്ച ആ വാർത്ത. പ്രത്യേകിച്ച് കുരുവി ആൻഡ് കുരുവി, മാരാരി ബീച്ച് വില്ല എന്നീ സംയുക്ത സംരംഭങ്ങളുടെ പേരിൽ 25 ഏക്കറോളം വരുന്ന ഭൂമി ആയിരുന്നു ഈ റിസോർട്ട് മാഫിയ സ്വന്തമാക്കിയത് എന്നതാണ്. ആ റിസോർട്ടിന്റെ സാഹചര്യത്തിൽ, അതായത് കോമ്പൗണ്ട് വാർഡുകൾ ഉൾപ്പെടെ വലിയ തോതിൽ ഉയർന്നു പൊങ്ങിയപ്പോൾ ആണ് തങ്ങളുടെ നടപടി പോലും നഷ്ടമാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന ആ വലിയ ചതി, അതായത് തങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് ആ പ്രദേശവാസികൾക്ക് ബോധ്യപ്പെട്ടത്. ആ വാർത്തയായിരുന്നു ഞങ്ങൾ ഇന്നലെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എങ്കിൽ ഇപ്പോഴിതാ ആ പ്രദേശത്ത് നിന്ന് തന്നെ ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ നേരിട്ടെത്തി എന്താണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, അവിടുത്തെ പ്രദേശവാസികൾ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക് പോകുന്നു ഇന്ന് ആദ്യം. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് മാരാരിക്കുളം ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ്. അതായത് ഏറ്റവും അധികം ടൂറിസം സാധ്യതകളുള്ള, ഭാവിയിൽ ഏറ്റവും അധികം വികസിക്കാൻ പോകുന്ന തീരദേശ മേഖലയാണ് ഇത്. അവിടെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ പ്രതിസന്ധി ഇവിടെയുള്ള ജനങ്ങൾ നേരിടുന്നത്. നമ്മൾ ഈ കാണുന്ന വലിയ മതിൽക്കെട്ട്, അത് ഏകദേശം 25 ഏക്കറോളം വരുന്ന ഭാഗത്തെ കവർ ചെയ്ത് ഈ തീരദേശം കടന്നു പോകുന്നു എന്നുള്ളതാണ്. ആ കടന്നു പോകുക, അതായത് ഇത്തരത്തിലൊരു ഈ മതിൽക്കെട്ട് ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ, അതായത് നമ്മൾ ഈ കാണുന്ന അങ്ങോട്ടുള്ള 25 ഏക്കറോളം വരുന്ന സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും ആളുകൾ താമസിച്ചിരുന്നു, വീടുകൾ ഉണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവരുടെ ഒരു പ്രധാന ഇടമായിരുന്നു ഇത്. പക്ഷേ അവിടെ നിന്ന് ഒന്നൊന്നായി ഓരോ ആളുകളും പുറത്താക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. കാരണം ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ 25 ഏക്കറിനകത്ത് ചില വീടുകളുണ്ട്, അതിനപ്പുറത്തേക്ക് മാറി 50ഓളം വീടുകൾ, മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളുണ്ട്. അവിടെ ഒന്നുള്ള ആളുകൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ വഴി ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതായത് നാളെ ഒരുപക്ഷെ ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൂടി ഒഴിഞ്ഞുകൊടുത്ത് ഏറ്റവും മനോഹരമായ ഒരു തീരം ഈ റിസോർട്ട് ഉടമകളിലേക്ക് എത്തും എന്നുള്ള സാഹചര്യത്തിലാണ് അവരുള്ളത്. വലിയൊരു ജനകീയ പ്രശ്നം തന്നെയാണ് ഇവിടുത്തെ. കാരണം കിടപ്പ് രോഗികളായ ആളുകളുണ്ട്, വിദ്യാർത്ഥികളായ ആളുകളുണ്ട്. ഇവർക്ക് വഴിയില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി ഇവിടുത്തെ ആളുകൾ നേരിടുന്നു. ഇതിന്റെ തെക്കേ അതിര് 1.5 മീറ്റർ ഈ റിസോർട്ടും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള വീടുകളും ചേർന്ന 1.5 മീറ്റർ വീതം വിട്ടുകൊടുത്ത് അവർക്ക് വാഹനം കടന്നു പോകുന്ന ഒരു വഴി നൽകാമെന്നായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ച ഓഫർ. എന്നാൽ ആ ഓഫറുകൾ കാലക്രമേണ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ വഴി എന്നുള്ളത് ചോദിക്കുമ്പോൾ മൗനം പാലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ മുൻപ് എന്തായിരുന്നു ഈ സ്ഥലം? മുൻപ് എങ്ങനെയായിരുന്നു? മുൻപ് മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമപ്രദേശമായിരുന്നു. ആ പ്രദേശം ഒന്നൊന്നായി ഈ റിസോർട്ടുകാർ വന്ന് വാങ്ങി, അത് കൂട്ടി ഇപ്പോൾ എൻ്റെ 25 ഏക്കറുള്ളവരുടെ കയ്യിലാക്കിയിരിക്കുക. ഇത് വാങ്ങിയ സമയത്തൊന്നും കോമ്പൗണ്ട് വാളില്ലാതെ, ജനങ്ങൾ റോഡൊന്നും ഇല്ലാതെ ഇവരുടെ കയ്യിലായി പോയതുകൊണ്ട് കൺസെൻറ്റ് കിട്ടാൻ പാടായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഓരോ വ്യക്തികളുമായിരുന്നെങ്കിൽ നമുക്ക് കൺസെൻറ്റ് പണ്ടേ കിട്ടിയായിരുന്നു. ഇത് ഒരു വ്യക്തിയുടെ കയ്യിലായി പോയതുകൊണ്ട് നമുക്ക് കൺസെൻറ്റ് കിട്ടാതെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റോഡും പാലവും ഒന്നും കിട്ടാതെ. ദൃശ്യങ്ങൾ കാണുന്ന
ഈ ഭാഗം ഇത് തീരദേശ ഹൈവേയുടെ ഭാഗമാണ്. ഏറ്റവും തിരക്കേറിയ റോഡാണ്. ഇവിടെ നിന്ന് അങ്ങ് പടിഞ്ഞാറേ അറ്റം വരെയുള്ള 25 ഏക്കർ സ്ഥലമാണ് ഈ റിസോർട്ട് എടുത്തിരിക്കുന്നത്. മാരാരി ബീച്ച് വില്ലേജ് പ്രോജക്റ്റും ഒപ്പം തന്നെ കുരുവി എന്ന് പറഞ്ഞൊരു ആദ്യത്തെ ഒരു രജിസ്ട്രേഷനുമാണ് ഉള്ളത്. അവർ ആദ്യം വഴി നൽകാമെന്ന് പറഞ്ഞ ഭാഗം ഇതാണ്. അതായത് ഇവിടെ നിന്ന് 1.5 മീറ്റർ റിസോർട്ട് ഉടമകളും 1.5 മീറ്റർ പ്രദേശത്തുള്ള അങ്ങേ അറ്റം വരെയുള്ള ജനങ്ങളും വഴിക്കായി വിട്ടു നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ സ്ട്രെയിറ്റ് ഒരു റോഡ് എന്നുള്ളതാണ് റിസോർട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച ആദ്യ മോഹന വാഗ്ദാനം. കാരണം ജനങ്ങൾ കടന്നു പോയിരുന്നത് ഈ റിസോർട്ടിനകത്തുള്ള പ്രോപ്പർട്ടി കൂടെ വട്ടം ഛേദിച്ചു പോകുന്ന രീതിയിലായിരുന്നു അവരുടെ വഴി. ആ വഴിക്ക് പകരം ഇത് നൽകാം എന്നുള്ളൊരു ഓഫറായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ ഇവിടെ അതിനു വേണ്ടിയുള്ള റിസോർട്ടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ഇറക്കിയിരിക്കുകയാണ്. ഈ കട്ട ഈ പാറ ഇറക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഈ വഴി മുഴുവനായി അവർ അടച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അവരെന്താണോ ജനങ്ങൾക്ക് ഓഫർ ചെയ്തത് അത് മാറ്റിയിട്ട് ഈ വഴി മുഴുവൻ അടച്ചു. ഇതിന് തൊട്ട് പുറകിലാണ് കാണുന്ന കെട്ടിടമാണ് അംഗനവാടി പ്രവർത്തിക്കേണ്ട കെട്ടിടം. അതിനുൾപ്പെടെ എങ്ങനെ വഴി ആ കുട്ടികൾ ഉൾപ്പെടെ എങ്ങനെ കടന്നു പോകും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഇനിയും അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ആ സ്ഥലങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10-20 വർഷമായിട്ട് ഈ ഭൂമാഫിയ ഇവിടെ സ്ഥലം എടുത്തിരിക്കുക. അപ്പോൾ ആ സ്ഥലം ഈ നമ്മുടെ തീരദേശ റോഡുമായിട്ട് എൻ്റെ പങ്കിടുന്ന ആ സ്ഥലത്ത് ഇങ്ങോട്ട് വന്നാൽ ഈ റോഡും ഈ പാലവും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പ്രദേശത്ത് മൊത്തം ഗതാഗത സൗകര്യമാകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്, നമ്മുടെ കൊല്ലത്തെ പിന്നെ ഹോളി ഫാമിലി ചർച്ചുണ്ട്. അപ്പോൾ ആ പള്ളികളിലേക്ക് പോകാനും സ്കൂളുകളിലേക്ക് പോകാനും അതേഷ്ടം കിഴക്ക് വാർഡുകളിൽ നിന്ന് മത്സ്യങ്ങൾക്ക് ഇവിടെ മത്സ്യം നടത്തുവാൻ വേണ്ടി പടിഞ്ഞോട്ട് വരുവാനും കടപ്പുറത്തേക്ക് വരുവാനും ഈ ഒരു വഴികളും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവർ ആ ഭൂമാഫിയ അവിടെ എടുത്തുകൊണ്ട് അവിടുത്തെ തിരശ്ശ റോഡുമായിട്ട് അവിടുത്തെ ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞോട്ട് വന്നാലേ അവർ സ്ഥലം തന്നാൽ മാത്രമേ നമുക്ക് ഈ പാലവും റോഡും ഒക്കെ യാഥാർത്ഥ്യമാകാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്നതാണ് പൊള്ളത്തെ ബീച്ച്. ഈ ബീച്ചിന്റെ ഭാഗത്തേക്ക്, അതായത് നമ്മൾ കണ്ട തീരദേശ ഹൈവേയിൽ നിന്നും ആ പ്രോപ്പർട്ടി എത്തിയാൽ 25 ഏക്കറോളം വരുന്ന സ്ഥലം കവർ ചെയ്ത് ഇവിടെയാണ് വന്നത് അവസാനിക്കുന്നത്. അതായത് ഏറ്റവും മനോഹരമായ ഏകദേശം 1 കിലോമീറ്ററോളം അല്ലെങ്കിൽ 1/2 കിലോമീറ്ററിനടുത്ത് വരുന്ന ഒരു ഫ്രണ്ടേജ് ആണ്, ബീച്ചിന് ഫ്രണ്ടേജ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ഈ ഭാഗങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അവർക്ക് അത്തരത്തിലുള്ള ആ വികസന പ്രവർത്തനങ്ങളെ ഒന്നും അവർ തടയുന്നില്ല. പക്ഷേ അവർക്ക് വേണ്ട അടിസ്ഥാന ആവശ്യം എന്നുള്ള വഴി അത് ഇല്ലാതാക്കരുത് എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഓരോ പ്രോപ്പർട്ടിയും വാങ്ങി അതിന് ആദ്യം 7 സെന്റിൽ നിന്ന് തുടങ്ങി കുരുവി എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണ് ഇവര് ആദ്യം വാങ്ങുന്നത്. അതിന്റെ പേരിലാണ് പഞ്ചായത്ത് രജിസ്ട്രേഷൻസും കാര്യങ്ങളും പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് മാരാരി ബീച്ച് വില്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംവിധാനം കൂടി, അതായത് പുതിയ ഇപ്പോൾ പറഞ്ഞ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം കൂടി ഇതിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഈ 7 ഏക്കറിന് പുറമെയാണ് ബാക്കിയുള്ള ചെറിയ ചെറിയ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വാങ്ങി 25 ഏക്കറോളം സ്ഥലം അവർ വാങ്ങി അവരുടെ കൈവശം ആക്കിയിരിക്കുന്നത്. അപ്പോഴും ഈ 25 ഏക്കറിനകത്ത് ഇവരുടെ മതിൽക്കെട്ടിനകത്ത് പെട്ടുപോയിട്ടുള്ള മനുഷ്യരുണ്ട്, വീടുകളുണ്ട്, ഒപ്പം തന്നെ അംഗനവാടികളുണ്ട്. അത്തരം സ്ഥലങ്ങൾക്ക് അത്തരം ഇടങ്ങൾ കൂടി വഴികൾ തടസ്സമാക്കുന്ന രീതിയിൽ മുഴുവനായി, അതായത് ഓരോ ഭാഗത്തെയും എങ്ങനെയാണ് കവർന്നെടുക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് നമുക്ക് ഈ പൊള്ളത്തയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ബീച്ചിൽ നിന്ന് തുടങ്ങുന്ന ആ വഴി, അത് ഇങ്ങനെ ഒരു വഴി അങ്ങേ അറ്റം വരെ, അതായത് തീരദേശ റോഡ് വരെ എത്തിച്ചു നൽകാമെന്നാണ് ജനങ്ങൾക്ക് ഇവർ വാഗ്ദാനം നൽകിയത്. ബീച്ചിൽ നിന്ന് തുടങ്ങുന്ന വഴി ഇവിടെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തുനിന്ന് ഇവിടം വരെ ഉണ്ട്. അതിനുശേഷം പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ജനങ്ങൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് കടന്ന് ഇവിടുന്ന് നേരെ പോകേണ്ട വഴിയാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് യാതൊരു നടപടിക്രമങ്ങളിലേക്കും റിസോർട്ട് കടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ വീടുകൾ, അതായത് അവിടെ പടിഞ്ഞാറുള്ള വീടുകളും ഒപ്പം ഇതിനകത്ത് വരുന്ന ഈ വീടുകളിലുള്ള ആളുകൾക്കും പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ വഴി നഷ്ടമാകുന്നു എന്നുള്ളതാണ്. അതിന് യാതൊരുവിധ ഉത്തരവും പറയാനായി ഇത് വാങ്ങിയ ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ഇവരെ ഈ നേരത്തെ കാണിച്ച ഭാഗം കാണിച്ച് വഴി നൽകുമെന്നുള്ള വാഗ്ദാനം നൽകി ഇവിടെയുള്ള മനുഷ്യരെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള പ്രധാന ആരോപണമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇവർ ഈ വീതിക്ക് റോഡ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ മതിൽ ഉൾപ്പെടെയുള്ളത് കെട്ടാൻ ഞങ്ങൾ അനുവദിച്ചതും ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ അറ്റം വരെ ഈ റോഡ് തരാമെന്ന് അവർ അംഗീകരിച്ചതുമാണ്. ഇപ്പോഴാണ് ഇതിനനുസരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്രദേശത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ റോഡിന്റെ പ്രയോജനം ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഇവരിപ്പോൾ അതിന് മലക്കം പറഞ്ഞിരിക്കുകയാണ്. ആ പ്രദേശത്ത് സ്റ്റാർട്ടിങ്ങിൽ അവസാനത്തെ സ്ഥലത്ത് സ്ഥലം തരികയും ഫ്രണ്ടിൽ തരാൻ പറ്റത്തില്ല എന്ന ശൈലിയിലേക്കാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീട് ഒപ്പം തന്നെ
ഈ കാണുന്ന വീടുകളൊക്കെ തന്നെ ഈ രീതിയിൽ വഴി ലഭ്യമായിട്ടില്ലെങ്കിൽ ഉള്ളിൽ അകപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ്. ഇനി തൊട്ടപ്പുറത്തൊരു റോഡ് ഉണ്ട്, അത് ഒരു റിസോർട്ടിലേക്കുള്ള സ്വകാര്യ റിസോർട്ടിലേക്കുള്ള പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തുകൂടെ ഉള്ള വഴി, അതായത് ഈ വീതിക്ക് വഴി നേരത്തെ കണ്ട വീതിയിൽ വഴി നൽകാമെന്നാണ് ആദ്യം റിസോർട്ടിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ വന്ന് സ്ഥലം ഉൾപ്പെടെ അളന്ന് തീരുമാനിച്ചത്. പക്ഷേ അവർ പിന്നീട് അതിൽ നിന്ന് മാറുകയായിരുന്നു. ഈ വീട്ടുകാരൊക്കെ എങ്ങനെ പോകും എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി നിൽക്കുന്നത്. വിദ്യാർത്ഥികളുണ്ട്, കിടപ്പ് രോഗികളായ ആളുകൾ ഉൾപ്പെടെ ഈ വീടുകളിലെല്ലാം തന്നെയുണ്ട്. ഇപ്പോൾ എല്ലാ പ്രശ്നം വെള്ളമായിരുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിധത്തിലും പറ്റാത്ത ഒരവസ്ഥയാണ്. അത് പറയാൻ പോലും പറ്റില്ല, ഒന്ന് കണ്ടാലേ പറ്റൂ. നിങ്ങൾ വഴി വിട്ടുകൊടുത്തവർ, നിങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തവരാണോ റോഡ്? അപ്പൊ ഇവിടെ എത്ര പേരുണ്ട് കിടപ്പ് രോഗികളായിട്ട്? ഇവിടെ ഈ നടക്കാൻ മേല ഞാൻ, പിന്നെ ഒരു കിടപ്പുണ്ട്. ഈ അസുഖമൊക്കെ വരുമ്പോ എന്താ ചെയ്യുന്നത്? അത് ഒരുപാട് പേരോട് ചുമന്നാണ് റോഡിലോട്ട് കൊണ്ടുപോകുന്നത്. വണ്ടി എടുത്ത് വണ്ടിയുടെ ഈ ഇടത്തൊക്കെ സംവിധാനം എടുത്താണ് റോഡിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ വഴിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്. വലിയ പ്രശ്നം ഞങ്ങൾക്ക് ഒരു വിധത്തിലും പറ്റാത്ത പ്രശ്നം വഴിയില്ലാത്ത. ഇതിനകത്തൊരു ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാണല്ലേ? കുറച്ച് വീട്ടുകാർ ഞങ്ങൾ ഒറ്റപ്പെട്ടു. ഞങ്ങളുടെ കുഞ്ഞുമക്കള് മൊത്തം നീന്തി പതച്ചാലേ അവർക്ക് സ്കൂളിൽ എത്താൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. റോഡിന് വേണ്ടിയിട്ട് ഇപ്പൊ 5 വർഷത്തിന് മുകളിലായി. നേരത്തെ ഞങ്ങൾ നിർബന്ധം പിടിച്ചില്ല, എന്നാ വെച്ചാൽ ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കായിരുന്നു. ഇപ്പൊ പിള്ളേരൊക്കെ ഒരുമാതിരി ആയി, എന്നിട്ട് ഇവര് തരുന്നില്ല. അപ്പോഴാണ് ഇപ്പൊ ഞങ്ങളെല്ലാരും രോഗികളാണ്. കടന്നു വന്ന ആ വഴിയിൽ ഉള്ള വീടുകൾ കഴിഞ്ഞാൽ, അതായത് ആ വീടുകളൊക്കെ തന്നെ വഴിക്ക് സ്ഥലം വിട്ടുകൊടുത്തവരാണ്. ആ വീടുകൾ കഴിഞ്ഞാൽ വീണ്ടും റിസോർട്ടിന്റെ പ്രോപ്പർട്ടി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്താണ് വീണ്ടും റിസോർട്ടിന്റെ പ്രോപ്പർട്ടി വരുന്നത്. അതിനകത്ത്, അതായത് ഈ പ്രോപ്പർട്ടിക്കകത്ത് നിൽക്കുന്ന 2 വീടുകളാണ് നമ്മൾക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടുകൾ. അപ്പോൾ ഇവിടെ അവർ മതിൽ കെട്ടി അടച്ചാൽ ഈ 2 വീട്ടുകാർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലാണ് ഓരോ ഇടങ്ങളിലും. അങ്ങനെ ആദ്യഘട്ടങ്ങളിൽ ഇതിനകത്ത് ഈ കോമ്പൗണ്ട് ചുറ്റും അവരുടെ പ്രോപ്പർട്ടി, റിസോർട്ടിന്റെ പ്രോപ്പർട്ടി വരികയും അതിനകത്ത് പെട്ടുപോവുകയും ചെയ്ത ആളുകളാണ് പെട്ട വിലയ്ക്ക് ഇവർക്ക് സ്ഥലം വിറ്റ് മാറേണ്ടി വന്നവർ. അങ്ങനെ മാറാതെ പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ കാണുന്ന ഈ 2 വീടുകൾ. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം റിസോർട്ട് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ആ പ്രോപ്പർട്ടി ഉൾപ്പെടെ റിസോർട്ട് ഉടമകൾ അവരുടെ പേരിലേക്ക് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഒരു സ്ഥലത്തെ എങ്ങനെയാണ് കവർ ചെയ്ത് അവര് ബാക്കിയുള്ളവരെ സമ്മർദ്ദം ചെലുത്തി ശ്വാസം മുട്ടിച്ച് ആളുകൾ നിന്ന് ആ സ്ഥലം കൈക്കലാക്കുന്നത് എന്നുള്ളതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾക്ക് പഠിക്കുന്ന 3 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾക്ക് അവർക്ക് പോകാൻ പോലും ഒരു വഴിയില്ല. ഇപ്പൊ ഞങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് ഒരു വഴി പോലും, ഞങ്ങൾ ഒരു ഓട്ടോ പോലും കടന്നു വരാനുള്ള വഴി ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. കിഴക്കോട്ട് ഇപ്പൊ വടക്കോട്ടുള്ള വഴി ഇവര് തടുത്തിട്ട് ഞങ്ങൾക്കിപ്പൊ ഈ മതിലൊക്കെ കെട്ടിയടച്ചിട്ട് ഞങ്ങൾ ശ്വാസം മുട്ടിയാണ് ഞങ്ങളെല്ലാവരും. കുട്ടികൾ കടന്നു വന്ന വഴി കണ്ടു കാണുമല്ലോ. അതായത് ഈ ഒരു പാലത്തിൽ 2-3 കോൺക്രീറ്റ് ബീമുകൾ പോലെ വാർത്തിട്ടേക്കുന്ന ഈ ഇതിലൂടെയാണ് കുട്ടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാ? മഴക്കാലമായാലും ഈ തോടിന്റെ കൂടെ എങ്ങനെയാ പോക്കൊക്കെ? ഭയങ്കര പാടാണ്. ഈ നീന്തിയൊക്കെ കാണത്തില്ല, ചിലപ്പോ തോട്ടിലൊക്കെ വീഴും. മഴക്കാലമാണ്. എങ്ങനെയാ മക്കളെ, എല്ലാ ദിവസവും നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ടോ? ദിവസം മഴ കൂടുതലുള്ള സമയത്ത് പോകത്തില്ല. എങ്ങനെയാ നിങ്ങളുടെ ഒരു യാത്ര എങ്ങനെയാ സ്കൂളിലൊക്കെ? സ്കൂളിൽ അവിടം വരെ വെള്ളം നിറഞ്ഞു കിടക്കും. അങ്ങനെ ഏതാ പടിഞ്ഞാറ് ചേച്ചി വന്ന ഭാഗത്തോട്ട് വെള്ളം നിറഞ്ഞു കിടക്കും. ആ പാലത്തിന് അങ്ങോട്ട് ഇവിടം വരെ നിറഞ്ഞു കിടക്കും. വാൻ്റെ ഒക്കെ കീഴ് വെച്ചിട്ടിങ്ങനെ നടന്നിങ്ങനെ പോകും വെള്ളത്തിൽ പോവാ. അതുപോലെ ഈ ഭാഗം മുഴുവൻ അങ്ങ് കാട് പിടിച്ച് കിടക്കുവാണല്ലോ. കാട് പിടിച്ച് കിടക്കേ, പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല വെള്ളത്തിൽ കിടക്കും. ആണല്ലേ?
എങ്ങനെയാ അച്ഛനമ്മയാണോ കൊണ്ടാക്കുന്നതൊക്കെ? തന്നെ പോവും. ഒരു കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പോവോ? രാത്രിയൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരാറുണ്ട് ഇതിൽ കൂടെ? ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ നടന്നിട്ടില്ല, നടക്കുന്നില്ല. തടസ്സങ്ങളാണ്. ഇത്രയും ജനങ്ങൾ വീട് സ്ഥലം വിട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വഴി കിട്ടുന്നില്ല? ഇല്ല, വഴിയില്ല. ഇവിടെ ഒരു കിഴക്കോട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, ഇരുട്ടാണ്. ഞങ്ങൾക്ക് രാത്രി ഇരുണ്ട ദേവാലയങ്ങളിലെ കർമ്മത്തിന് പോകാൻ പോലും ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ ഈ കുഞ്ഞുമക്കളൊക്കെ ഇതിലെ കൂടെ ആണോ പോകുന്നത്? ഇരുട്ടത്ത് കുഞ്ഞുമക്കളെല്ലാം ഇതിലെ കൂടെയാണ് പോണേ. ഞങ്ങൾ കടത്തിവിടും ചിലപ്പോഴൊക്കെ, പിന്നെ റോഡിലോട്ടൊക്കെ ആക്കി കൊടുക്കും, അത്രയൊക്കെ ഉള്ളു. ഇവരുടെയൊക്കെ വീട്, കുട്ടികളുടെയൊക്കെ വീട് പടിഞ്ഞാററ്റാണോ? പടിഞ്ഞാററ്റം. അങ്ങ് തീരപ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടുള്ള പിള്ളേരെല്ലാം ഉണ്ട് കിഴക്കോട്ട്. എല്ലാരും പോണ വഴിയാണ്. അതെ, ആയിരക്കണക്കിന് ജനത്തിന്റെ വഴിയാണിത് പണ്ടേ മുതലേ. മറ്റേ വഴി അവർ അടയ്ക്കുമെന്ന് പറഞ്ഞു. ഇപ്പുറത്തെയും കൂടെ കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ ഒരു വഴിയില്ല? ഇല്ല, ഞങ്ങൾക്ക് വഴിയില്ല. പിന്നെ അതല്ലേ, അതാണ് ഇങ്ങനെ രക്ഷകർത്താക്കള് ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ കുട്ടികൾ കടന്നു വരുന്ന പാലം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു പാലമാണ്. പക്ഷെ അത് നമ്മൾ പഞ്ചായത്ത് അധികൃതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പണിയാൻ ഉള്ള ഒരു കൺസെന്റ് ഈ സ്ഥലം വിട്ടു നൽകാമെന്ന് പറയുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന അതിര് റിസോർട്ടിന്റെ ആണ്. ഇടയ്ക്ക് വീടുകൾ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ഏക്കറുകളോളം ഇങ്ങോട്ട് സ്ഥലം കിടക്കുവാണ് കിഴക്കേ അറ്റം വരെ. അപ്പോൾ അവരുടെ ഒരു കൺസെന്റ് കൂടെ ഈ സൈഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ പാലം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുമെന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് ഈ കുഞ്ഞുങ്ങളും ഈ ഇരിക്കുന്ന മനുഷ്യരും ഉൾപ്പെടെയുള്ളവർ ദുരിതം അനുഭവിക്കുകയാണ്. ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ പൊള്ളത്തെ ഈ ഭാഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികൃതർ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകും എന്നുള്ളത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഇവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അവർ ഗതികെട്ട ഒരു അവസ്ഥയിലാണ് അത്തരത്തിലൊരു സമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മനുഷ്യർ വ്യക്തമാക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.